ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മോട്ടറോള അവരുടെ പുതിയൊരു ഫോണിൻ്റെ പ്രോട്ടോടൈപ്പ് അൺവീൽ ചെയ്തിരുന്നു. ഇത് കാണുമ്പോൾ ഇങ്ങനെയൊരു ഫോൺ വരുമോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കും. പക്ഷെ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം മോട്ടറോള തന്നെയാണ് ഫസ്റ്റായിട്ടൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ടച്ച് ഫോണുകൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഈ ഫോൾഡ് ടൈപ്പ് ഫോണുകൾ ഇത് ഫസ്റ്റായിട്ട് വന്നത് മോട്ടോറോളയുടെ ഫോണുകളിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോൺ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയൊരു ഫോൺ വന്നാൽ ഈ ഫോൺ നമ്മൾ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചൊക്കെ എങ്ങനെ വേണമെങ്കിലും വെക്കാൻ സാധിക്കും. ഇതിൻ്റെ വാൾപേപ്പറുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ഡ്രസ്സിന് യോജിക്കുന്ന ടൈപ്പ് വാൾപേപ്പറുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് എപ്പോൾ വരുമെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒരു 6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുടെ അത്രയും കാണുന്നുണ്ട്. പിന്നെ മോട്ടോറോള ഫോണുകൾ കൂടുതലായിട്ടും POLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലും POLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത കൂടുതൽ. അതുകൂടാതെ ഇതിൽ ആകെ ഒരു ക്യാമറയുള്ളൂ. അത് ഡിസ്പ്ലേയിൽ ഒരു പഞ്ച് ഹോളായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ്. USB Type-C ചാർജിങ് പോർട്ട് ഇതിൽ കാണുന്നുണ്ട്. ബാക്ക് സൈഡ് മെറ്റീരിയൽ കണ്ട ഏകദേശം ഒരു തുണി ടൈപ്പ് മെറ്റീരിയലാണ് കാണുന്നത്. പിന്നീട് ഈ ഫോണിൻ്റെ മുകളിലും താഴെയായിട്ട് 2 മെറ്റലിൻ്റെ സ്ട്രിപ്പ് കാണുന്നുണ്ട്. കണ്ടിട്ട് ഇത് മാഗ്നറ്റിക് സ്ട്രിപ്പായിട്ടാണ് തോന്നുന്നത്. ഫോണിന് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഈ ബാൻഡ് ചെയ്ത് യൂസ് ചെയ്ത് ആ മാഗ്നറ്റിക് സ്ട്രിപ്പിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുകയാണോ അല്ലയോ എന്നൊക്കെ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അറിയാവുന്നത്. പിന്നീട് തന്നെയാണ് ഈ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഗൊറില്ല ഗ്ലാസ് ഏതാ വന്നെ അങ്ങനെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കോൺസെപ്റ്റായിട്ട് കാണിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോരം ലൈഫ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഒരു വാച്ചിനൊരു റീപ്ലേസ്മെൻറ്റ് പോലെയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. സ്മാർട്ട് വാച്ച് ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നതുപോലെ ഇനി സ്മാർട്ട് വാച്ചിന് പകരം ഫോണും വാച്ചും എല്ലാം കോമൺ ആയിട്ട് ഇത് ഒരെണ്ണത്തിലേക്ക് മാറും എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ ഇത്ര ഹെവി ആയിട്ടുള്ളൊരു സാധനം എങ്ങനെ ഹാൻഡിൽ വെച്ചിട്ട് നടക്കാൻ പറ്റും എന്നാണ് അറിയാൻ പറ്റാത്തത്. ബാക്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.